ശ്രീ ഷോൺ ജോർജിലേക്ക് പോട്ടെ. പരാതിക്കാരനായ ശ്രീ ഷോൺ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ഷോൺ, ഇവിടെ ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കമാണെന്നും ഇത് ഇടതുമുന്നണി സർക്കാരിനെതിരായിട്ടുള്ള നീക്കമാണെന്നും ഇത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടിട്ടുള്ള ആണെന്നും പറഞ്ഞാണ് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും ഈ കേസുകളെ നേരിടാൻ ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. മധുരയിലെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടം അടക്കമുള്ള നേതൃനിര മുഴുവൻ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതിനവർ പറയുന്ന ഒരു ന്യായം ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് അസ്കർ ഇവിടെ പറഞ്ഞു. കൊടുക്കാത്ത സേവനത്തിൻ്റെ പേരിൽ കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് ഈ കേസെങ്കിൽ ഇതേ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. അതും ഒരു കോടതി ഇടപെടലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ SFIയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. അതിൽ യുക്തിയുണ്ടോ? ഞാനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം തന്നെ 5ാമത്തെ ചാനലിലാണ് ഈ മറുപടി ഞാൻ പറയുന്നത്. കാരണം അവർ പർപ്പസ്ഫുള്ളി ചാനലിൽ വന്ന എല്ലാ ഡിബേറ്റേഴ്സും ഒരേ വാക്കുകൾ കൃത്യമായി പറയുന്നു. അതായത് വിജിലൻസ് കോടതി 3 കോടതികൾ, അതായത് തിരുവനന്തപുരം വിജിലൻസ് കോടതി, ജില്ലാ വിജിലൻസ് കോടതി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി, ഹൈക്കോടതി, എൻ്റെ അപ്പീൽ ഹൈക്കോടതി, ഈ 3 വിജിലൻസ് കോടതികൾ തള്ളിയ ഒരു കേസ് എന്തുകൊണ്ട് ഇവരിപ്പോൾ ഇങ്ങനൊരു കേസ് വരുന്നു? ഈ 3 വിജിലൻസ് കോടതിക്ക് പകരം ഞാൻ കൊടുത്ത കേരള ഹൈക്കോടതിയിലെ ഹർജി, അതിനുശേഷം SFI ഉത്തരവ് വരുന്നു. ആ കേസിൽ ഇവർക്കെല്ലാവർക്കും, ഈ പറയുന്ന പ്രതിസ്ഥാനത്തേക്കുന്ന മുഴുവൻ ആളുകൾക്കും നോട്ടീസ് ഉണ്ടായിരുന്നു. അവിടെ അവർ ഇതിനെ ഡിഫെൻഡ് ചെയ്തു. KSIDC, CMR ഉൾപ്പെടെ, എക്സാലോജിക് ഉൾപ്പെടെ അതിനെ ഡിഫെൻഡ് ചെയ്തു. അതിനുശേഷം കേരള ഹൈക്കോടതിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഡ്വക്കേറ്റ്സ്, അന്ന് വാർത്ത വന്നതാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, പേര് പറയുന്നത് മോശമായതുകൊണ്ടാണ്, ഏറ്റവും വലിയ അഭിഭാഷകർ ഇവിടെ പറന്നിറങ്ങി KSIDCയുടെ കേസിന് വേണ്ടി ഈ കേസ് നടത്തി. അന്ന് 2 കോടി രൂപയിലധികമാണ് ഈ കേസ് അന്വേഷണം തടസ്സപ്പെടുത്തുവാൻ വേണ്ടി KSIDC ചെലവഴിച്ചത്. അതിനുശേഷം ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക് കമ്പനി ഇതേ ആവശ്യം ഉന്നയിച്ച് ഈ കേസിൻ്റെ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. അത് ബാംഗ്ലൂർ ഹൈക്കോടതി തള്ളി. അതിനുശേഷം ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ വാദം നടന്നു. ഞാൻ ആ കേസ് കക്ഷി ചേരാൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഓപ്പൺ കോടതിയിൽ വെച്ച് കോടതി പരസ്യമായി ചോദിച്ചു, 3 ഹൈക്കോടതികൾ തള്ളിയ ഒരു കേസുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നതിന് എന്നാ തടസ്സമെന്ന് ഓപ്പൺ കോർട്ടിൽ ചോദിച്ചു. പക്ഷേ ആ ജഡ്ജി അതിനുശേഷം പ്രമോഷനായി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയും അദ്ദേഹം വിധി പറയാതെ ആ കോടതിയിൽ നിന്ന് മാറി പോയി ഇന്നലെ കേസ് ലീവ് ചെയ്യുകയും ചെയ്തു. കേസ് ലീവ് ചെയ്തപ്പോൾ ഉണ്ടായൊരു പ്രശ്നം പുതിയ കോടതിയിലോട്ടാണ് വന്നത്. അങ്ങനെ പുതിയ കോടതിയിലോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഇന്നലെ ഇതിൻ്റെ ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ് ഒരു BJP നേതാവാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമാണ് ഈ അന്വേഷണത്തിന്, അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് സ്റ്റേ വേണമെന്നാണ് CMRൻ്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടത്. സ്റ്റേ നൽകാൻ കഴിയില്ല, നിങ്ങൾക്ക് പറയാനുള്ളത് അടുത്ത പോസ്റ്റിങ്ങിൽ കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ കൊടുക്കില്ല എന്ന് കോടതി പറഞ്ഞപ്പോഴാണ് SFI ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവർ പറയുന്നത് വിജിലൻസ് കോടതി എന്താ പരിഗണിക്കുന്നത്? അതായത് പ്രഥമ ദൃഷ്ട്യ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അയാളുടെ സ്ഥാനമാനങ്ങൾ അഴിമതിക്കായി ഉപയോഗിച്ചിട്ടുണ്ടോ, അയാൾ ഏതെങ്കിലും ഫേവറിസം ആർക്കെങ്കിലും കൊടുത്തിട്ട് അതിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേവറുകൾ കൈപ്പറ്റിയിട്ടുണ്ടോ, ഇതാണ് ഒരു വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഈ കേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും എന്താണ്, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആരാന്ന് എനിക്ക് മനസ്സിലായില്ല, അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ടത് പറഞ്ഞു. അവിടെ നിന്നും ഈ അഴിമതി നടന്നിരിക്കുന്നു, എന്തിനു നടന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് ഉത്തരവില്ല. വീണ വിജയന് കൈക്കൂലി കൊടുത്തിരിക്കുന്നു, രാഷ്ട്രീയ നേതാക്കൾക്ക് കൈക്കൂലി കൊടുത്തിരിക്കുന്നു. CMR പോലൊരു കമ്പനി എന്തിനു വേണ്ടി ഇത്രയും വലിയ കൈക്കൂലി കൊടുക്കണം? ഒരു കമ്പനി, അത് ആലുവയിൽ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ ഇത്രയും കോടി രൂപ എന്തിനാണ് ഇവർ കൈക്കൂലി കൊടുക്കുന്നത്? അപ്പോൾ അനധികൃതമായി എന്തോ ചെയ്യുന്നതിന് മറപിടിക്കാൻ വേണ്ടിയാണ് ഈ കൈക്കൂലി കൊടുക്കുന്നതെന്നുള്ള വ്യക്തം. അതിലേക്ക് പോകുമ്പോൾ എന്താണ്, കരിമണൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ ധാതു സമ്പത്ത്, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ധാതുമണലാണ് കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് കേരളത്തിൻ്റെ തീരദേശത്ത് തോട്ടപ്പള്ളി, ആറാട്ടുപുഴ, അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഈ അമ്പലപ്പുഴ, ആറാട്ടുപുഴ പ്രദേശക്കാർ പല വില്ലേജുകളും ഇല്ലാതായിപ്പോയി. മാത്രമല്ല 2018 പ്രളയത്തിന് ശേഷം 2019 കേന്ദ്ര സർക്കാർ ഇത് പൂർണ്ണമായും ഖനനം, എല്ലാ തരത്തിലുള്ള മൈനിങ്ങും നിരോധിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കല്ലാതെ ഖനനം ചെയ്യാൻ പറ്റില്ല എന്ന് ഓർഡർ വന്നപ്പോൾ 2018 പ്രളയത്തിൻ്റെ മറവിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ സ്പിൽവേ തുറന്നിടണം, പൊഴിമുഖം തുറന്നിടണം എന്ന് പറഞ്ഞ് ദുരന്ത നിവാരണ അതോറിറ്റിയെ കൊണ്ടൊരു ഓർഡർ ഇറക്കിച്ച് ആ മണൽ മാറ്റാൻ തീരുമാനിച്ചു. ഇറിഗേഷൻ വകുപ്പിനെ കൊണ്ട് ടെൻഡർ ചെയ്യിപ്പിച്ചു. ഇവിടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ 15,000
രൂപയിലധികം വിലയുള്ള ആ കരിമണൽ എം ക്യൂബിന് വെറും 464 രൂപയ്ക്കാണ് ഇറിഗേഷൻ വകുപ്പ് ലേലം ചെയ്ത് കൊടുത്തത്. ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം എനിക്കൊന്നൊരു 20,000 മെട്രിക് ടൺ ഏറ്റവും കുറഞ്ഞത്. നിങ്ങൾ ആ തുകയൊന്ന് കൂട്ടി നോക്കി, ചിലപ്പോൾ കാൽക്കുലേറ്റർ തികയില്ല. ഈ സംസ്ഥാനത്തിന് വരുമാനമായി വരേണ്ട അത്രയും സ്വത്ത് ഇവിടെ കൊള്ളയടിക്കാൻ നിന്ന് കൊടുത്തതിനാണ് ഇവർക്ക് വന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ പല ആളുകളും ഏതായാലും സഹ പാനലിസ്റ്റുകളും ഇവിടെ പറയുന്ന ഒരു 2 കമ്പനികൾ തമ്മിൽ ഇടപാട് നടന്നു. ബഹുമാനപ്പെട്ട CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞതാണ്, 2 കമ്പനികൾ തമ്മിൽ ഇടപാട് നടന്നത് നിങ്ങൾക്ക് എന്താണ്? ഞങ്ങൾക്കുണ്ട് പ്രശ്നം. കാരണം അത് CMRL എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഞാൻ ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ 3 ഷെയർ ഉള്ള ഒരു പാവപ്പെട്ടവനാണ്. 265 രൂപയ്ക്ക് ഷെയർ മേടിച്ചത്. അതുമല്ല പ്രശ്നം. ഒരു മലയാളി എന്ന നിലയിൽ, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ളൊരു കമ്പനി, ഇവിടുത്തെ ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഈ CMRL എന്ന് പറയുന്ന കമ്പനിയുടെ 13.4% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണെന്നുള്ളതാണ് ഈ കേസിൻ്റെ സാമൂഹ്യ പ്രസക്തിയുള്ളത്. ആ സ്ഥാപനത്തിന് ഇപ്പോൾ കണ്ടെത്തിയ തുക അനുസരിച്ചാണെങ്കിൽ 25 കോടി രൂപയുടെ നഷ്ടം. 13.4% ഷെയർ എന്ന് പറഞ്ഞാൽ 24.9 കോടി, ഏറെക്കുറെ അത്ര പറ്റി 25 കോടി രൂപയോളം ഈ നടന്ന CMRL നടന്നിയ തിരിമറിയിൽ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ട്. അങ്ങനെ നഷ്ടം വരുത്തിയ കമ്പനികളിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള കമ്പനിയാണ്. ആ പേരുള്ള കമ്പനി എന്ന് മാത്രമല്ല, ആ കമ്പനിയുടെ ഗ്യാരണ്ടിയർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട ഭാര്യ, മുഖ്യമന്ത്രിയുടെ സ്വന്തം ഭാര്യ കമല വിജയനാണ് ഈ കമ്പനിയുടെ ഗ്യാരണ്ടിയർ എന്ന് പറയുമ്പോൾ. അത് മാത്രമല്ല, ഇൻറ്ററിം സെറ്റിൽമെൻറ്റിൻ്റെ ഓർഡറിൽ PCIT റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, ഈ വ്യക്തിക്ക് ഒരു സേവനം ചെയ്യാതെ ഈ പണം കൊടുത്തിട്ടുള്ളത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൊമിനൻറ്റ് പേഴ്സൺ, ഇതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു, പ്രൊമിനൻറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഈ പണം കൈപ്പറ്റിയതെന്ന് PCITയുടെ റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കാൻ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രിയെ കാവലാൾ എന്ന നിലയിലാണ് നമ്മൾ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി ഈ നാടിൻ്റെ സ്വത്ത് മോഷ്ടിക്കാൻ മകളുടെ കമ്പനിയെ കൊണ്ട് അതിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഒഴുകിയെത്തിയ കോടികൾ കണക്കിൽ വന്ന് ഇതാണെങ്കിൽ കണക്കിൽപ്പെടാത്ത എത്രയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കൃത്യമായ കുറ്റക്കാരനാണ്. മുഖ്യമന്ത്രിയുടെ മകളല്ല, മകൾക്ക് ഈ പൈസ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? CMRL കമ്പനിക്ക് എത്രയോ നല്ല സോഫ്റ്റ്വെയർ കമ്പനികളുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, വീണയുടെ കമ്പനി സോഫ്റ്റ്വെയർ കമ്പനി എന്ന നിലയിൽ അമ്പേ പരാജയമായിരുന്നു. അവരുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ അത് കണക്കിൽ മുഴുവൻ കൃത്യമാണ്. ഇനി വേറൊരു കാര്യം, 1.72 കോടി രൂപ വീണയുടെ അക്കൗണ്ടിൽ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് കൂടാതെ കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനി, അതായത് NBFC, നോൺ ഫിനാൻസ് കമ്പനി, വർത്തയുടെ ഭാര്യയും മകനും ഡയറക്ടർമാരായിട്ട് എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്നും പൈസ കടം മേടിച്ചിട്ടുണ്ട്, പൈസ വാങ്ങിയിട്ടുണ്ട്, അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്, തിരികെ പോയിട്ടില്ല. അപ്പോൾ അതിനെ എന്ത് കൊടുക്കൽ വാങ്ങലായിട്ടാണ് CPM വിശദീകരിക്കാൻ കഴിയുക? ഇത് CPM-ൻ്റെ പാർട്ടി കോൺഗ്രസിൽ എല്ലാവരും കൂടെ നിന്നു എന്ന് പറയുന്നു. അവിടെ വന്നവർക്ക് തിരിച്ച് വണ്ടിക്കൂലി കൊടുക്കണമെങ്കിൽ പോലും പിണറായി വിജയൻ കൊടുക്കണം. അവിടെ ദേശീയ സെക്രട്ടറി ആരും തീരുമാനിക്കുന്ന പിണറായി വിജയനാണ്. അവിടെ ദേശീയ കമ്മിറ്റി CC അംഗങ്ങൾ ആരും തീരുമാനിക്കുന്ന പിണറായി വിജയനാണ്. ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്.